പത്രസമ്മേളനം നടത്താറ്. ചെറിയ പനി, ചെറിയ വലിയ പനി അതുകൊണ്ടാണ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത്. ഇപ്പോഴും മഞ്ഞ് വിട്ട് മാറിയിട്ടില്ല. എന്നാലും ഈ ചൂടോടെ നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. സിനിമ ഏതായാലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കും. പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലതും പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളത് ഞാൻ മാത്രമാണ്. പക്ഷെ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യല്ല. അതിനൊക്കെ ചെറുതായിട്ട് ഇവരോട് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെ പറ്റി ചോദിക്കേണ്ടത്, സിനിമയെ കാണാത്തവർക്ക് സ്പോയിലർ ആകാത്ത തരത്തിലുള്ള ചോദ്യങ്ങളും മറുപടിയും ആകുന്നതാണ് നല്ലതല്ല. നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ സഹായിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംവിധായകർക്ക് കുറിച്ച്. Good evening. I'm very happy to be here. എൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെഞ്ചിരിക്കാൻ. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് ആണ് എനിക്ക്. അതുകൊണ്ട് ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure. Sharing this space with sir. ഞാൻ ഈ ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്. പക്ഷേ ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്. ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എങ്ങനെയത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകുമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്ന ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അത് കേരള വേണമെന്ന് ചോദിച്ചു. ദെൻ ഐ സെഡ് ദിസ് ഇസ് ദ സ്റ്റോറി, ഐ എം ഷുവർ യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ സാർ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് he immediately said we will start shooting in 10 days. And ഒരു 6 months കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് directed sir and in a film that's produced by him. And I had the support of a great story by Dr. Neeraj and this wonderful team and cast that's sitting next to me. We sir knew most of the suggestions about casting, and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vinit sir, the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board, and sir immediately said yes. And then Mukashima did the music and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and the response that this film is getting. Sir சொன்ன மாதிரி இது ஒரு பெரிய blessing to be here today in front of all of you to speak this way. And ஒரு பெரிய ரெஸ்பான்சிபிலிட்டி கொடுத்தாங்க சார் எனக்கு. அவங்க ஓகே சொல்லி என்ன காஸ்ட் பண்ணதுக்கு அப்புறம் I hope I've lived up to it. எல்லாரும் பார்த்து உங்களோட ஃபீட்பேக் என்னன்னு சொல்லுங்க. So more than anything, I'm extremely happy to be here. I'm extremely happy to be a part of this project with such wonderful people. Thank you. എല്ലാവർക്കും നമസ്കാരം. പടം ഞാൻ എന്താണ് കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഐ തിങ്ക് ഒരു അഡോറബിൾ നമുക്ക് ഈ പടത്തിലൂടെ കിട്ടിയത് ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിന്റെ ഗ്ലിംസസ് അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം. അപ്പം നമുക്ക് ആ രണ്ടീഷനും നമുക്കത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ഡൊമിനിക്.
തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തു. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. അദ്ദേഹം ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ, ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ വെരി വെൽ നോൺ ഡയറക്ടർ. ഓൾ ഹിസ് ഫിലിംസ് ആൻഡ് അമേസിംഗ് ഫാൻ ഫോളോയിങ് കേരളത്തിലും. സോ അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും പടം പോയി കാണണം, കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ട്. നമുക്കൊന്നും ഇതിന്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വി കനോട്ട് ഡിസ്കസ്, ബിക്കോസ് കാണാത്തവർക്ക് അതൊരു സ്പോയിലറാവും. അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം, മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, Gautam sir and the whole team of technicians for making me a part of this. Thank you. So dream come true moment for me, because having ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരുപാട് മമ്മൂക്കായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടിയാലും ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് വരുന്നു. And thanks Mammootty, Mammootty company and Gautam Menon for considering me for this small role. Great reviews. എല്ലാ ഓൺലൈൻ മീഡിയയിലും great reviews വന്നുകൊണ്ടിരിക്കുകയാണ്. I have not personally seen the film. ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്, ഇതിനെ കാണും. So very excited to go and watch it. And thank you everyone. Thank you so much. എൻ്റെ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ, ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയും ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു ടൈമിലാണ് നീരജാതിയോടെ ഒരു വൺ ലൈൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിന് എടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഗൗതം സാർ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിൻ്റെ അടുത്ത് ചോദിച്ചത്, മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മൾ ഈ സ്റ്റോറിയിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ല എന്നായിരുന്നു. അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് അടുത്ത് ആ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും നമുക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് അതിന് ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി, എനിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങൾ തന്നെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് തന്നത്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അസോസിയേഷൻ്റെ പാർട്ടാവാൻ. ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നതും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്, ഒരു പേഴ്സണാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസിൽ വരുന്ന ഡോമിനിക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾസോ ഗൗതം സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ തൊട്ട് നല്ല റിവ്യൂസാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവാൻ സാധിച്ചത്. സോ താങ്ക് യു മമ്മൂക്ക, താങ്ക് യു ഗൗതം സർ, താങ്ക് യു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. താങ്ക് യു. എൻ്റെ ആദ്യത്തെ സിനിമയാണ്, അത് ഗൗതം സാറിൻ്റെ മമ്മൂട്ടി ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. നമസ്കാരം. നമുക്ക് ഇവിടെ ആദ്യം വളരെയധികം സന്തോഷം. 2025 സൂപ്പർ സിനിമ എന്ന മമ്മൂട്ടി കമ്പനിക്കും ഈ ടീമിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഡൊമിനിക് എന്നൊരു സിനിമ ഇന്നലെ കണ്ടിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ എന്നോട് ഗൗതം സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞത് ഇതെങ്ങനെയാണ്, ഞാൻ പോലീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് ഇത്, ഈ സിനിമ എങ്ങനെ പോകുന്നത് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മമ്മൂക്കായ ഫസ്റ്റ് ഹാഫിൽ
നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് ഡാൻസ് വരെ സ്റ്റെപ്പ് വെപ്പിച്ചുകൊണ്ട് മമ്മൂക്കയെ നമുക്ക് വീണ്ടും തിരിച്ചു തന്ന പോലെ തോന്നുകയാണ്. മമ്മൂക്ക എങ്ങനെയാണ് ഈ സിനിമ കണ്ടന്റ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, കുറെ റിവ്യൂ കണ്ടിരുന്നു. മമ്മൂക്ക എങ്ങനെയാണ് ഇപ്പൊ പ്രേക്ഷകരോട് അതിനെ കുറിച്ച് പറയാവുന്നത്? അല്ലേ, ഞാൻ പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടി നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരുടെ ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. എന്താ പറയുക, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റ് ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റുകളൊന്നും പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലോ. ഇന്നത്തെ ഡൊമിനിക്ക് അങ്ങനെ ഒരു ഗുസ്തിക്കാരൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 10-100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ടിരുന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാറ് പറഞ്ഞ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ റൂട്ടാകും, കുറച്ചുകൂടെ സ്വാഗർ ഉണ്ടാക്കുന്ന അത് വേണ്ടല്ലോ. നമ്മൾ സ്വാഗർ പാടുന്നതല്ലേ. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമാ പ്രേക്ഷകരുടെ സിനിമാ ബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കണമെന്നുള്ള വലിയ കാര്യം. അതോടൊപ്പം തന്നെയാണ് ഈ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്ന മമ്മൂക്കയോട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യാം, പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രേക്ഷകരുടെ കയ്യിൽ നല്ലൊരു കയ്യടി മേടിച്ച സ്റ്റെപ്പുകളായിരുന്നു. അതെങ്ങനെയാണ് ഗൗതം സാർ പറഞ്ഞപ്പോൾ സാർ അത് ആദ്യം വേണ്ടായെന്ന് പറയുന്നു, മമ്മൂക്ക ആദ്യം വേണ്ടാന്ന് പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ അത് പെട്ടുപോയില്ല എന്ന് വെച്ചാൽ ചെയ്തു പോയി. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനിന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം പിടിച്ചു. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുള്ള അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് സാർ ഡോമിനിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ പറഞ്ഞല്ലോ ജീവിതം. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെന്നപ്പോഴും അതെവിടെയാണ് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ എന്തായിരുന്നു? ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അന്നൊരു 10-20 വർഷമായിരുന്നു അല്ലേ, 2005. 20 വർഷത്തിൽ അന്ന് അനുഭവപ്പെടുത്തിയ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശോചനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. നല്ല കഥയാണ്. പക്ഷെ അതിപ്പോൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ലേ, ആണ് സസ്പെൻഡാണ്. റിട്ടയറിംഗ് പോലീസ്. നേരെ റിട്ടയർമെന്റ് ആണ്. ഇപ്പൊ പുള്ളി അത് കഴിഞ്ഞിടത്ത് കിട്ടി വേറെ കഥകളുണ്ടല്ലോ, അതൊക്കെയൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല. പുള്ളി പോയിട്ടില്ല. എന്റെ പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു കഥ കേട്ടോണ്ട് പുള്ളി ബസ് കിട്ടിയെന്നാ പറഞ്ഞത്. നമുക്ക് അവിടെ പോയത് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രമാത്രം ഇഷ്ടപ്പെട്ടു കഥ എന്നാണ് മനസ്സിലായത്. അല്ല, കഥ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷമാണ്. നമ്മളെ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് ശരിയാവാൻ തെറ്റാവാം. അധികമൊന്നും നമുക്ക് ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെന്റ്സ് കൂടി സിനിമയുടെ അകത്ത് പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മൂക്കയുടെ ശബ്ദമാണ് പൈസ വേസ്റ്റ് ആയതിനു ശേഷം.
ആ നന്ദിയുടെ എലമെന്റ് ആണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ പടത്തിനകത്തുള്ളൂ, നമുക്ക് ഇതുവരെ സിനിമയിൽ കാണുന്നത്. ഈ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് പിക്ക് ചെയ്ത്, എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം, ആ ഐഡിയ എങ്ങനെയാണ്? ഡിസ്കസ് ചെയ്തു. സാർ പറഞ്ഞതുപോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട ഒരു മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു ഒരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക മറന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. And that was in that first scene itself, as I was directing also, I felt that I forgot Mammootty sir and I started believing that this is Dominic, and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയറും അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് കൂട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ വരും. അത് നമുക്ക് നന്നാക്കാൻ അല്ലെങ്കിൽ ചെയ്തേക്കാം. നാസയെ കൊണ്ടല്ലോ ഓൾറെഡി, നാസ ഉണ്ട് ഓൾറെഡി കൊണ്ട്. So അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്ത് we thought we'll keep a few things and we'll keep it on the meter also. സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യും. ഹീറോ ഹീറോയിൻ പ്രേമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കില്ല. കണ്ടിരുന്നു അയാൾക്ക് ഇപ്പം എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല, അത് പ്രണയമല്ലേ? മനസ്സിലായ പക്ഷേ പ്രായമായതുകൊണ്ടാണ്. He was intrigued and distracted by Namita, and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസ് ആയിട്ട് പോയതാണ് സാർ അയച്ചു തന്നപ്പോൾ. But otherwise, see, every director has a journey, ഒരു വിഷൻ, we write. ഞാൻ തനിയാവർത്തനം കണ്ടപ്പോൾ I want to work with sir. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ, ദിസ് ആക്ടർ would beautifully bring it to screen and it will be an honor to work with him എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്, ഒരു മൈൻഡിൽ. ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റേഞ്ച്. തമിഴിലെ സ്റ്റോറീസ്, തമിഴിലെ ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയുടെ മലയാളം, പിന്നെ പച്ചക്കിളി കുറിച്ചൊരു വാരണമായാലും, അച്ഛൻ മരിച്ചപ്പോൾ വാരണമായത്തിൻ്റെ കഥ, അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ, and especially sir പറഞ്ഞ പോലെ Dominic was definitely different from sir has done Turbo where he's done a lot more action and all that. Recently I'm saying Kannur Squad also, but Dominic is very different within that space. Dominic is a loser. ഞാൻ ഫസ്റ്റ് സാറിനെ പറഞ്ഞു he's a loser, he's a bum. പുള്ളിയുടെ കയ്യിൽ കാശില്ല, his wife is divorced from him, and ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen. Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek was gone missing 25 years ago. That could be the next story that he missed. I'm just saying. So I liked it as a character, and I thought that should be in the film. And ആ ജേർണിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു 45 days ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വന്ന ഫീലിംഗ്, any script that I have, I should bring it to him. Whether sir likes it or not, I should bring it to him. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് at least for 10 films more I want to work and learn being in the space of somebody like him. ഈ 10 സിനിമയുടെ കാര്യമാണ് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞതാണ് സർ, അവരാണ് എക്സാജറേറ്റ്. അതാണ് സത്യം. മമ്മൂക്കായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. And Manju introduced me to Dr. Neeraj. അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അടുത്ത്. That didn't take off immediately. But I kept in touch with Dr. Neeraj and I kept asking him what else do you have എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൊമിനിക് ആൻഡ് ഒരു പേഴ്സിൻ്റെ ഒരു മിസ്സിംഗ് പേഴ്സ് അതെടുത്തിട്ട് ഒരു സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ I grabbed it. അത് അങ്ങനെയാണ്
അടുത്ത് വരണം ഡൊമിനിക് പാർട്ട് 2 ആയിരിക്കും? I think it's too early to talk about it. Also, I think Sir has already moved on to 3 other films and still counting. So, if we come up with a great story, we'll try and impress him with that. So, പേര് മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദ്യം ചോദിക്കാനായിട്ട്. അതൊരു 10-30-40 പേര് കാണും. മമ്മൂട്ടി കമ്പനിയുടെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എങ്ങനെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ അതെ പിന്നെ തീർച്ചയായിട്ടും അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ജ്യോതിസാറിന് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂമെന്റ് എപ്പോഴായിരുന്നു? അല്ല അതല്ല, നമ്മുടെ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ചെയ്യേണ്ട പോലും നമ്മൾ ഏതായാലും ഇവിടെ വീട്ടിൽ തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത നമ്മൾ ഉള്ളവരെല്ലാം ചെറിയ റോളിൽ വയ്ക്കുന്നവരൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്ന പോലെ വരും. സിനിമ ഇറങ്ങി ഇന്നലെ കുറെ റിവ്യൂസ് വന്നു. അപ്പൊ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ സുരേഷ് ഏട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പൊ സിനിമയിൽ ഇൻസ്റ്റിങ് വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? ഖത്തറില്ല. അത് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ അവൻ്റെ ഫാദറിൻ്റെ കൊടിക്കാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്ട് ഉണ്ടാവുന്നുണ്ട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് സാർ, കാണുമ്പോൾ എഴുന്നേറ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളൊന്നും ചെയ്യില്ല, സാധാരണ നീ പെരുമാറുന്നത്. സിനിമയിൽ നമ്മൾ വരുമ്പോൾ എൻ്റെ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒക്കെ കാണും. അത് മാത്രമേ ഞാനോട് പറഞ്ഞുള്ളൂ. ഈ പ്ലേക്ക് വെരി വെൽ അല്ലേ, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമൻ നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത്. ബൈക്ക് മാത്രം കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ മമ്മൂക്കയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നത്. അത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ട്. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. നമുക്ക് ഇതിൽ എപ്പോഴും മമ്മൂക്കയുടെ ഡബ്ബിങ് സൗണ്ടാണ് ശരിക്കും പറഞ്ഞ സിനിമകളിൽ എപ്പോഴും ഭയങ്കര വ്യത്യസ്തമായിട്ട് വരുന്നത്. ഇതിലെന്തുകൊണ്ട് സിംഗ് സൗണ്ട് ഉപയോഗിച്ചത്? ഈ സിനിമയല്ല, നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിൽ സിംഗ് സൗണ്ട്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട്. ഇത് എടുത്ത് പറഞ്ഞല്ലോ, കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളത്. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും സിംഗ് സൗണ്ട് ആയിരുന്നു. മറ്റേ പിക്ചർ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറെ മെഷീൻ കൂടി ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് അത് അതൊരു വലിയ കഥയാണ്. നമുക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. വരുന്നുണ്ട്. ഈ സിനിമയില് ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു. എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ പടങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതൽ ഇഷ്ടം. കാണുന്നവരെ അതങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാലോ അതങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ്. അപ്പോൾ മമ്മൂക്ക കമ്പനിയാണെങ്കിലും കമ്പനി അല്ലെങ്കിലും. നമുക്ക് ഈ അടുത്ത സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്ത് നമുക്ക് ഒരു സിനിമയോട് കാണിച്ചൊരു സന്നദ്ധതയെ പറ്റിയാണ്. രേഖാചിത്രം എന്നുള്ളൊരു സിനിമ നമുക്ക് ഒരു നടൻ്റെ ഒരു എസ് ഇല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു. കാരണം നമുക്ക് തന്നെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് എത്ര ആളുകളുടെ ഗുഡ്വില്ലിനെ ബാധിക്കാം, നമുക്ക് തന്നെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറിയേക്കാം. ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും
എന്നാൽ പോലും അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിനു വേണ്ടി എയർപോർട്ടിലേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളിയെ മമ്മൂട്ടി ചേട്ടൻ എന്ന് ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി. ഇപ്പോഴും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ സിനിമാഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന സന്നദ്ധത, ആ ചിന്ത, ആ ഒരു ആഗ്രഹം അതെവിടെ നിന്ന് വരും? അത് ആ സിനിമയുടെ കഥയിൽ, സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല. ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മളില്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തതാണ്. ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഇല്ലാത്ത, അതായത് ഈ പാരലൽ ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ നോക്കണ്ടേ? അതേ കഥാപാത്രമാണ്. അപ്പം സാറ് മലയാളം ഒഴിപ്പോട് സംസാരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ മമ്മൂക്കയുടെ ആ ഒരു സാന്നിധ്യം എത്രത്തോളം ഗുണം ചെയ്തു? ഡബിങ്ങിന്റെ കാര്യത്തിലൊക്കെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്തു, അതോ ഒരു അതായത് ഞാൻ കുറച്ച് കോൺഷ്യസ് ആവും. ഞാൻ മലയാളത്തിൽ വീട്ടിൽ സംസാരിക്കില്ല, അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടില്ല. പുള്ളി സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴും നമ്മളോട് സെറ്റിൽ സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇത്രയും പേര് കൂടെ ഭയങ്കര മലയാളിക്കാരാണ് വിചാരിച്ചു. ഞാൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ സ്പോട്ടിൽ മലയാളത്തിലാണ് പറഞ്ഞത്. ആൻഡ് ബസൂക്കയിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഞാൻ ട്രാൻസ് ചെയ്തിട്ടുണ്ട്. അതും ലൈഫ് സോങ് ആയിരുന്നു, 6 സോങ് ആയിരുന്നു. ഇതിൽ സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് നെർവസ് ഉണ്ടായിരുന്നു. പക്ഷെ സാറ് ഡു ഇറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒബ്ജക്ട്സിൻ്റെ സൗണ്ട്സ് വരാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു അഡ്വൈസ് സാർ ഫസ്റ്റ് തന്നെ എനിക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ഈസി ടു ആക്ട് വിത്ത് സാർ. ആൻഡ് ഡയലോഗ്സ് കൊടുത്താൽ ഞാൻ ഏത് ലാംഗ്വേജിൽ ഞാൻ പറയും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് സിംഗ് ചെയ്തത് പടം കണ്ടുകൊണ്ടേയും എന്ന് പറഞ്ഞ് തമിഴ് പടമാണ്. പക്ഷെ അതിനകത്ത് മുഴുവനായിട്ടില്ല, ഒരു 40% ഉണ്ട്. ആ സിംഗ് സൗണ്ടിൻ്റെ സൗണ്ടാണ് സിനിമയിലുള്ളത്. പല നല്ല സീനുകൾ അതിൻ്റെ ഗുണവും. ഇവിടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ എല്ലാ മെഗാ റൗണ്ട് ടേബിളുകളിലും എല്ലാ സിനിമാ ചർച്ചകളിലും എല്ലാവരും നോക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഇന്ത്യ മൊത്തം ഇത്രയും ചർച്ചയാകുമ്പോൾ ശരിക്കും എന്താ മമ്മൂട്ടിക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ മോട്ടിവേഷൻ എന്നല്ല, ഇനിയും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഈ ചർച്ചകളൊക്കെ നമുക്ക് എത്രത്തോളം അറിഞ്ഞിരുന്നു എന്നുള്ളതൊന്നും അറിഞ്ഞു. ചർച്ചകൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇത്ര നമ്മുടെ മുൻപിൽ ഉത്തരവാദിത്തമൊക്കെ ആളുകളവിടെ ഇന്ത്യ ഉടനപക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യുകയും. നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ലുക്കുള്ള ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ട് നായകനാക്കാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റോൾ ചെയ്യുമ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോളിന് വേണ്ടി? ഹലോ, കോൾ വന്നത് മമ്മൂട്ടി കമ്പനിയിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം ക്യാരവണിൽ വെച്ചാണ് ബ്രീഫ് ചെയ്തത്. വേണമെങ്കിൽ ക്യാരക്ടർ അറിയാവുന്നത് ഐ നോ ഗൗതം സർ പേഴ്സണലി ബിഫോർ, ബട്ട് നോട്ട് വർക്ക് ടുഗദർ. അപ്പോൾ അന്ന് ക്യാരവണിൽ വെച്ചാണ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ തന്നെ അതിലേക്ക് അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് ബേസിൽ ടൊവിനോ കൂടി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഷെയ്ക്കായിട്ട് മിസ്സായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് ആ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായി. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസെപ്ഷൻ എന്ന മൂവിയിൽ എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയൽ ആണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പെലിശ്ശേരി ചിത്രത്തിൽ നൻപകൽ നേരത്തെ മയക്കം
അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു വിഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതിലെ മമ്മൂക്ക എന്നൊരു സിനിമ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ലിജു സാർ ഒരു ഉത്തരം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കുന്നത്. എന്നോട് പറഞ്ഞില്ല, പുള്ളി എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണാം. നമ്മുടെ ഒരു ആ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു പുതുക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫറിനോടൊന്നുമില്ല. നമ്മുടെ ആൾക്കാർ ചെറിയ ഭാഗങ്ങളൊക്കെ. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. ഗൗതം സാർ, സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും ഒരു യൂണീക്ക് ആയിട്ട് സാറിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാക്കും. അല്ലെങ്കിൽ സാർ എൻജോയ് ചെയ്യുന്ന ഒരു മൂമെന്റ്സ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണാം. ഡൊമിനിക്കിൽ അങ്ങനത്തെ മൂമെന്റ് ഏതായിരിക്കും? ഞാൻ എൻജോയ് ചെയ്തു സാർ തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവാം. ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൂമെന്റ് ആയിരിക്കാം. ഉണ്ട്. സാറ് എൻജോയ് ചെയ്ത ഏത് മൂമെന്റ് ആയിരുന്നു? അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അതൊരു സെലിബ്രേഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നത് ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ. സാർ ഇസ് വാക്കിംഗ് ഇൻ ടു മൈ ലൈഫ്. മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് മാജിക്കലാണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? കുറേ ഉണ്ട് പടത്തിൽ, 100% കുറേ ഉണ്ട്. എവറി മൂവി ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും. ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ സാർ ജസ്റ്റ് സോ ഐ കെപ്റ്റ് ഓൾ ദാറ്റ് ടു മൈസെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല. ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്ലാൻ, അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും. അത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടായിട്ട് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്തത് അത് വേറെ. നിങ്ങൾ പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും ഫോർവേഡ് വന്നിട്ട് അത് ലിറിക്സും മെഡിസും ടോക്കിംഗ് അബൌട്ട് അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. സോ ഐ എൻജോയ് എവറി മൊമെന്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂ. ഐ ഡോണ്ട് വാണ്ട് ടു ലെറ്റ് ഹിം ഗോ ഇൻ 45 days. മമ്മൂക്ക എന്ന വിസ്മയം മലയാളികൾക്ക് എന്നും അത്ഭുതമല്ല. എപ്പോഴും എന്താ പുതുമയോടെ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പം ഒരേ സ്ക്രീൻ സ്പേസിൽ നമ്മൾ കാണുമ്പോൾ അത് അടുത്തത് എന്തെന്നുണ്ടാകുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ. ഇനി തന്നെ മമ്മൂക്ക എന്ന വിസ്മയം ഒരേ സ്പേസിൽ അനുഭവിച്ചപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ വന്ന സമയം മുതൽ അനുഭവിക്കുന്നതാണ്. സോ അത് വെരി വെരി ഞാൻ പ്രതീക്ഷ വന്നിട്ടില്ല. അത് അതായത് മെസ്മറൈസ്ഡ് ആയിട്ട് ഓരോ പ്രാവശ്യം അത് ഞാൻ മാത്രം കേട്ടോ, എൻ്റെ കൂടുതൽ എല്ലാ ആക്ടേഴ്സും ഇതിനാണ് ഷെയർ ചെയ്യാം. ഈ പടത്തിലും അതേപോലെ തന്നെ ബാവുട്ടി ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു പ്രിപ്പറേഷൻ, അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് അതിനങ്ങനെ ഒരു ദിസ് ഇസ് മൈ ഹംബിൾ ഒബ്സർവേഷൻ ആസ് എൻ ആക്ടർ. ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു പെർഫോമൻസിൽ. അത് ഈ പടത്തിലും എനിക്ക് ഇന്റൻസ് ആയ 2-3 സീക്വൻസസ് ഉണ്ട്. വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ മോർ ദൻ ആ സീൻ ഐ വാസ് എൻജോയിങ് മമ്മൂക്കാസ് പെർഫോമൻസ് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ്. ലൈക്ക് ഹൗ ഗൗതം സർ സെഡ് ആ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ സ്പാർക്സ് ഓഫ് ബ്രില്യൻസ് ദാറ്റ് ഓൾ ആക്ടേഴ്സ് ഷുഡ് ഒബ്സർവ്. അത് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡയലോഗ് റെൻഡിഷൻ ആയാലും അതിലെ ബോഡി ലാംഗ്വേജ് ആയാലും ആ ക്യാരക്ടർ അത്. ആൻഡ് വെൻ ഇൻ ദ ഹോൾ വെൻ യു സീ ദാറ്റ് ഫിലിം that is when you just are character Dominic's കൂടെ just travel with all these different characters. That is the power of Mammootka. So അത് ഒരു ഭാഗ്യമാണ്. നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിയാം, അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്യാം. So definitely thanks to Almighty and a blessing. ബോഡി ലാംഗ്വേജ് കൊണ്ട് നടക്കുന്ന ഡൊമിനിക് ക്യാരക്ടറായിട്ട് അങ്ങനെ കൊണ്ടെടുക്കുന്നത് ഒബ്സർവ് ചെയ്യുന്നത് അത്രമാത്രം ഫണ്ണായിരുന്നു. എനിക്ക്
എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ലവബിൾ ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് അത് ആ ഇന്നസെൻസ് ആണ് ആ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി. അദ്ദേഹം ഗോകുലുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയാലും മിസ്സസ് മാധുരി, വിജയ് മാം ചെയ്ത ക്യാരക്ടേഴ്സ്, that simplicity of that character, that is what attracts. And I don't think it was performance enhanced because he's very honest. And ആ honesty ആണ് ഒരു adorable ആയിട്ട് റേഡിയേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്. ജോസഫ് പണ്ട് ഈ കബാലിയുടെ ടൈമിൽ രജനീകാന്ത് സാർ ഒരു പ്രൊജക്ട് പിച്ച് ചെയ്തിരുന്നു ഒരു ഡോക്ടറായിട്ട്, ആക്ഷൻ കംപ്ലീറ്റ്ലി ഡോക്ടറായിട്ട് സ്ക്രിപ്റ്റ്. അത് പിന്നെ അദ്ദേഹമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ അമിതാഭ് സാറായിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റേച്ചറിലുള്ള വേറെ ഏതെങ്കിലും ആക്ടറായിട്ട് മമ്മൂക്ക സാറായിട്ട് ചെയ്യുന്നത് വേഗമായിട്ട് പറഞ്ഞിരുന്നു. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും ഉണ്ട് സാർ. പക്ഷേ I think I believe in destiny, I believe in time. You have to be in the right place at the right time. അപ്പോൾ അത് നടക്കും. So it's all there. At some point it'll find its light, it'll find its space. നായികയെടുത്താണ് മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പം പല ആളുകൾക്കും ഭയമുണ്ട്. പക്ഷെ മമ്മൂക്കായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓർത്തെടുക്കാം? நீங்க சொன்ன மாதிரி டைலாக் சொல்றதுக்கே எனக்கு ரொம்பவே பயமா இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி அதுக்கப்புறம் மம்முக்கா சார் கூட பண்ண மாதிரி இருந்தது. பட் அந்த ഈ കുട്ടി തെറ്റിച്ചിട്ട് ഒരു ഷോട്ട് റീടേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ട്. ஸோ யா நான் கொஞ்சம் நிதானமா பண்ணிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே கொஞ்சம் ஃபியர்ஸாக வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமா இருந்தது. நான் எப்படி அவங்கள அப்படி பண்ண முடியும்னு சொல்லிட்டு. ஸோ சார் என்ன கொஞ்சம் காமா அந்த ஸ்பேஸ்ல நீ பண்ணு பரவாயில்ல பார்த்துக்கலாம்னு சொல்லி பண்ணாங்க. ஜோக் கூட பண்ணாங்க, அடிச்சது ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக் எல்லாம் பண்ணாங்க. ഇത് ക്ലൈമാക്സ് മമ്മൂക്കടുത്ത് പറഞ്ഞപ്പോൾ ഇത് കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു? സ്റ്റോറി പറഞ്ഞു, സ്റ്റോറി പറഞ്ഞപ്പോൾ ഇത് ക്ലൈമാക്സ് കൺവിൻസ് ആവുമെന്ന് എത്രമാത്രം എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോൾ സർ ഐ തിങ്ക് ടുക്ക് സം 5 minutes to respond to the climax. And then ഒരു ചെറിയ 2-3 ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാ അതെങ്ങനെയാന്ന് 2-3 കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. And then he said, I like it, we'll do it. And then we left that meeting. Next day he said, I'm producing the film, we have to start immediately. So and ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മൾ എടുത്തു, ഇതാണ് നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ വെക്കാം എന്ന് പറഞ്ഞു. സർ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. എല്ലാം സാറിന് മുമ്പ് നമ്മൾ സീനായിട്ട് പറഞ്ഞപ്പോൾ വിൽ ഗോ വിത്ത് ദിസ്, ഐ വിൽ ഗോ വിത്ത് യുവർ കൺവിക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഡിഡ് ഇറ്റ്. അപ്പോൾ ഇത് ഇതെപ്പറ്റി പറഞ്ഞാൽ ഒരു സ്പോയിലർ ആയിരിക്കും, പക്ഷേ ആ സീൻ ബിറ്റ്വീൻ ദി ടു ഓഫ് ദെം വാസ് ഹാൻഡിൽഡ് സോ ബ്യൂട്ടിഫുള്ളി ബൈ ബോത്ത് ദി ആക്ടേഴ്സ്. സാറിൻ്റെ ഒരു ലൈൻ ഉണ്ട്, ഒരു വോട്ടോവിഡ് മൂന്നും ആൻഡ് സാറിൻ്റെ പെർഫോമൻസിൽ ആ ഡൊമിനിക്കായിട്ട് ചെയ്ത ഒരു പെർഫോമൻസ് ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഇസ് നോട്ട് അലൗഡിൻ്റെ ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ടാണ്. ബട്ട് ഈ ഷുഡ് ഓൾസോ സർവൈവ്. This is a spoiler. I don't want to talk about it, but since you asked me, I thought I must say. He made it so convincing. റീറിലീസിന്റെ കാലമാണ് ഇപ്പോൾ. മമ്മൂക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും, വടക്കം വീരഗാഥ. മമ്മൂക്ക ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു, ഒരുപാട് എക്സൈറ്റഡ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് കേട്ടത്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അടുത്ത മാസം റിലീസ് ചെയ്യാൻ 36 വർഷങ്ങൾക്ക് ഇപ്പം ഒന്നുകൂടെ റിലീസ് ആകുമ്പോഴാണ്. കാണാത്ത ആൾക്കാർക്ക് സിനിമയിൽ തിയേറ്ററിൽ കാണാത്ത പറയാനൊക്കെ ഇവിടെ കുറേ ഇറങ്ങിപ്പോകും. മമ്മൂക്കയെ വെച്ചിട്ടൊരു ലവ് സ്റ്റോറി ഇല്ലേ? കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. നമുക്കൊരു ഫോട്ടോ മുമ്പിലുള്ളവർ എനിക്ക്
അവിടെ ഇരിക്കണം എല്ലാവരും